അപ്പൊ അത് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന വരുന്നതാണ്. അപ്പൊ കുട്ടിക്കാലം മുതൽക്കേ ഇത് കാണുന്നതാണ്. അപ്പൊ ഇത് എപ്പോഴേ പഠിച്ചു തുടങ്ങിയത് നമുക്കും അറിയില്ല. എന്നാ വളരെ നേരത്തെ പഠിച്ചു തുടങ്ങി. അപ്പൊ ഞാനിത് കെട്ടാൻ തുടങ്ങിയത് 15 വയസ്സ് മുതൽക്ക് ഇത് കെട്ടിയിട്ട് അമ്പലത്തിലേക്ക്. അപ്പൊ ഇതാണ് അവസാനമായിട്ട് വരച്ചു കഴിയുമ്പോൾ ഉള്ള പൂത്തിന്റെ മുഖം. ഇതിന് താഴാന്നാ പറയുക. ഇത് നിർമ്മിക്കുന്നത് പീലിത്തണ്ട്, ചൂരല്, മുള ഇതൊക്കെ ഉപയോഗിച്ച് അതിന്റെ താഴെ നിർമ്മിക്കും. ഇതിന് മാർദാലി എന്ന് പറയും. ഭൂതത്തിന് വേഷങ്ങൾ കാലില് ചെലപ്പുണ്ടാവും. കാലിൽ ചെലപ്പ്. അതിന്റെ മേലെയായിട്ട് ആടകള്, അത് വെള്ള മുണ്ടില് കറുപ്പ് ചുവപ്പ് കരകളടിച്ചിട്ടുള്ള വേഷങ്ങളാണ്. ഞാൻ മരപ്പണി പഠിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഏകദേശം ഒരു 10 ദിവസം വരുന്നുണ്ട്. ആദ്യ കാലത്തൊക്കെ മറ്റു ചായങ്ങളാണ് ഉപയോഗിച്ചിരുന്നു പറഞ്ഞത്. ഇപ്പൊ എളുപ്പത്തിനായിട്ട് പെയിന്റാണ്. ഈ തുടിയിലാണ് ഭൂതം കളിക്കുന്നത്. വള്ളുവനാടിന്റെ നാടൻ കലാരൂപം പൂതൻതിറ. പൂരക്കാലമായി കഴിഞ്ഞാൽ വീടുകൾ തോറും കയറിയിറങ്ങി അനുഗ്രഹങ്ങൾ ചൊല്ലുന്ന പൂതനെയും തിറയെയും അറിയാത്ത മലയാളികൾ നന്നേ കുറവാണ്. ഭൂതവേഷങ്ങൾ കെട്ടിയാടുകയും വേഷവിധാനങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ജയേട്ടനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ജയേട്ടന്റെ പണിപ്പുരയിലേക്ക് പോകാം. ഇതാണിപ്പോ നമ്മുടെ ജയൻ ചേട്ടൻ. ജയൻ ചേട്ടാ നമസ്കാരം. അപ്പൊ ഇതൊക്കെയാണ് ഭൂതത്തിന്റെ മുഖവും വേഷവിധാനങ്ങളൊക്കെ. ഇതാണ് മുഖത്തിന്റെ തുടക്കം അല്ലേ? അതെ. ഇത് ഏത് മരം വെച്ചാണ്? ഇത് മുരുക്ക്, കുമിഴ് അതൊക്കെയാണ്. കനം കുറഞ്ഞിട്ടുള്ള മരത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എത്ര ദിവസം എടുക്കും? ഇതിപ്പോ ഒരു 10 ദിവസത്തോളം എനിക്ക് വരുന്നുണ്ട്. ഞാൻ മരപ്പണി പഠിച്ചിട്ടുള്ള ഒരാളല്ല. ഞാൻ അങ്ങനെ ചെയ്തോണ്ട് എനിക്ക് ഏകദേശം ഒരു 10 ദിവസം വരുന്നുണ്ട്. സാധാരണ 10 ദിവസം എടുക്കും മുഖം പണി കഴിഞ്ഞ്. അതെ അതെ. അപ്പൊ നിറങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ? നിറങ്ങൾ ആദ്യ കാലത്തൊക്കെ മറ്റു ചായങ്ങളാണ് ഉപയോഗിച്ചിരുന്നു പറഞ്ഞത്. ഇപ്പൊ എളുപ്പത്തിനായിട്ട് പെയിന്റാണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മള് വിഗ്രഹങ്ങളൊക്കെ പണിയുമ്പോ എല്ലാം വരച്ചു കഴിഞ്ഞിട്ട് അവസാനമാണ് കണ്ണ് വരയ്ക്കുക എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഭൂതത്തിനും അങ്ങനെ തന്നെയാണോ? ഭൂതത്തിന് വരയ്ക്കുമ്പോ അങ്ങനെയാണ്. ശരിയാ, അവസാനമാണ് കണ്ണ് വരയ്ക്കുക. അപ്പൊ ഇതാണ് അവസാനമായിട്ട് വരച്ചു കഴിയുമ്പോൾ ഉള്ള ഭൂതത്തിന്റെ മുഖം. ഇതാണോ അതാണോ? രണ്ടും തമ്മിൽ എഴുത്തില് വ്യത്യാസം വരുത്തിയതേ ഉള്ളൂ. ഇതാണ് ഇപ്പൊ ഒടുവില് പണി കഴിഞ്ഞിട്ടുള്ളത്. ഇതാണ് പുതിയ വേഷം. അതെ അതെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കളറില് മാറ്റം വന്നത്? ഇല്ല, അതൊന്ന് മാറ്റം വരുത്തി നോക്കിയതാണ്. അപ്പൊ ഈ ആഭരണങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. അതെ അതെ. ഭൂതം ഇത് മുഖം, ഇതിന് തഴാന്നാ പറയാ. തഴ. ഇത് നിർമ്മിക്കുന്നത് പീലിത്തണ്ട്, ഇത് പീലിയാണ് ആദ്യകാലം. ഇപ്പൊ പിന്നെ കീലി കിട്ടാൻ പ്രയാസമായി. ചൂരല്, മുള ഇതൊക്കെ ഉപയോഗിച്ച് അതിന്റെ താഴെ നിർമ്മിക്കുന്നത്. പിന്നെ ഭൂതം ഉപയോഗിക്കുന്നതാണ് അരത്താലി, മാർദാലി. ഇത് മാർദാലിയാണ്. ഭൂതം ഇതിന് മാർദാലി എന്ന് പറയും. പിന്നെ ഇത് അരത്താലി, ഇത് അരയിലാണ് കേട്ടോ. ഭൂതത്തിന് വേഷങ്ങൾ കാലില് ചെലമ്പുണ്ടാവും. കാലിൽ ചെലമ്പ്. പിന്നെ അതിന്റെ മേലെയായിട്ട് ആടകള്, അത് വെള്ള മുണ്ടില് കറുപ്പ് ചുവപ്പ് കരകളടിച്ചിട്ടുള്ള വേഷങ്ങളെ അരയിൽ ഉപയോഗിക്കുക. അതിന്റെ മേലെയാണ് ഈ അരത്താലി ഉപയോഗിക്കുന്നത്. പിന്നെ ചുവന്ന ഷർട്ട്, കുപ്പായം. പിന്നെ കയ്യിലൊരു പൊന്തിക്കോല്, പലിശ ഉണ്ടാവും. ഇത്രയാണ് ഭൂതത്തിന്റെ വേഷങ്ങള്. കയ്യില് കടകവള, ഇതാണ് കടവള. ഇത് കയ്യില് വരും. ഇതിന് പിന്നെ മുള്ളുവള അറിയും. ഒരു 8 മുള്ളുവള എന്റെ കയ്യിൽ. അതൊക്കെയാണ് വേഷവിധാനങ്ങളായിട്ട് വരുന്നത്. സാധാരണ നമ്മള് ഭൂതത്തിലും തിറയിലൊക്കെ കാണുന്നത് ചുവപ്പ്, വെള്ള, കറുപ്പ് ഈ നിറങ്ങളൊക്കെ. പഞ്ചവർണ്ണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പ്രകൃതിദത്തമായ പഞ്ചവർണ്ണങ്ങളാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിരുന്നത്. നിറങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? നിറങ്ങൾക്ക് മുഖത്തെഴുത്തിനൊക്കെ എന്താണ്? മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്നത് പിന്നെ അരിപ്പൊടി, മഞ്ഞപ്പൊടി, കൺമഷി. അരിപ്പൊടിയില് മഞ്ഞൾപ്പൊടിയില് ചുണ്ണാമ്പ് ചേർത്ത് ചോപ്പിക്കും, ചോപ്പാക്കി. ഇത്രയാണ് മുഖത്തെഴുത്തിന് ഇപ്പൊ ഇറക്കി ഉപയോഗിക്കുന്നത്. പിന്നെ കുങ്കുമം, ഈ കുങ്കുമത്തിന്റെ പൂവ് കൊണ്ടാണ് മാല. അത് കഴുത്തിൽ കെട്ടാനായിട്ട് മാലയായിട്ട്. ജയൻ ചേട്ടനും ഭൂതനും തിറയൊക്കെ കെട്ടാറുണ്ടോ? കെട്ടാറുണ്ട്. എത്ര വർഷമായി കെട്ടാൻ? ഞാന് ഇപ്പൊ ഇത് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന വരുന്നതാണ്. അപ്പൊ കുട്ടിക്കാലം മുതൽക്കേ ഇത് കാണുന്നതുണ്ട്. അപ്പൊ ഇത് എപ്പോഴേ പഠിച്ചു തുടങ്ങിയത് നമുക്കും അറിയില്ല. എന്നാ വളരെ നേരത്തെ അതായത് ഇത് പഠിച്ചു തുടങ്ങിയായിരുന്നു. ശരിക്കും എത്ര വയസ്സ് മുതലാണ് ഭൂതനും? ഞാനിത് കെട്ടാൻ 15 വയസ്സ് മുതൽക്ക് ഇത് കെട്ടിയിട്ട് അമ്പലത്തിലേക്ക് പോയി തുടങ്ങി. അങ്ങനെ ഇന്ന പ്രായം മുതൽ എന്നുണ്ടോ? അങ്ങനെ ഇല്ല. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ചെയ്തു തുടങ്ങി. അതിനൊന്നും കുഴപ്പമില്ല. ഇല്ല.
ഇപ്പൊ സാധാരണ ഇനി തിറ കെട്ടിയിട്ട് പൂതനാവാവൂ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഇല്ല. ഇല്ല. പിന്നെ ഇതൊക്കെ തിറയുടെയും പൂതത്തിന്റെയും അതെ, ഇത് പൂതത്തിന് തുടി എന്നാ പറയാ. ഈ തുടിയിലാണ് പൂതം കളിപ്പിക്കുക. തറയ്ക്ക് പറ നല്ല വലിപ്പം ഉണ്ടാവും. പൂതത്തിന്റെ കൊട്ടി കളിപ്പിക്കും. പൂതത്തെ പറ്റി നമുക്ക് സുപരിചിതമായ കഥ എന്ന് പറയുന്നത് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലൂടെയുള്ള കഥയാണ്. സ്വന്തം കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അമ്മ സ്വന്തം കണ്ണുകൾ പിഴുതെറിഞ്ഞു കൊടുത്തു. അവസാനം പൂതം വീണ്ടും ഉണ്ണിയെ തിരിച്ചു കൊടുക്കുന്നു. ഇനി കാണാൻ വരട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് സുപരിചിതമായ കഥ. അത് തന്നെയാണോ ശരിക്കും? ഇടശ്ശേരിയുടെ പൂതപ്പാട്ടില് നങ്ങേലിയുടെ കുട്ടീനെ കൊണ്ടുവന്ന പൂതത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഞങ്ങള് ഇത് ഭദ്രകാളി ദാരിക നിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് ഞങ്ങൾക്ക്. അപ്പോ ഭദ്രകാളി ദാരിക നിഗ്രഹത്തിന് വേണ്ടി പോകുന്ന കാലത്ത് ഭദ്രകാളിയുടെ ഭൂതഗണമായിട്ടാണ് പൂതത്തിന്റെ കാണുന്നത്. ആചരിച്ചു പോകുന്നത് അങ്ങനെയാണ്. പൂതപ്പാട്ടിൽ നമ്മൾ പൂതത്തെ പറ്റി കേട്ടു. പക്ഷെ തിറ എന്താണ്? തിറ ഭദ്രകാളിയാണ് എന്ന് പറയുന്നത്. അതിന്റെ പ്രതിരൂപമായിട്ട് ഇത് ഭൂതം, അതിന്റെ പിന്നെ ഭൂതഗണം അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ഉത്സവകാലങ്ങളിലാണ് കൂടുതലായിട്ട് ഉത്സവങ്ങളിൽ അത് ഇപ്പൊ പറഞ്ഞല്ലോ ആചാരമായിട്ട് നടക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഓരോ ദേശത്തും ഇതിനായിട്ട് ഒരു വിഭാഗം ഉണ്ടാവും. ഇപ്പൊ ഞങ്ങള് പറയുന്നത് ഇപ്പൊ വെള്ളാളൂർ ദേശം എന്ന് പറയുന്നത്. ഇപ്പൊ വെള്ളാളൂർ ദേശത്ത് 2 കാവിലിക്കായിട്ട് ഇത് പുരാതനമായിട്ട് ചെയ്തു വരുന്നുണ്ട്. കല്ലെടുത്തൂര് പിന്നെ ഇവിടെ എരിഞ്ഞിക്കല് പറയും. ഈ രണ്ടും ഇത് എരിഞ്ഞിക്കല് ദേശപ്പാട്ട് എന്നാ പറയാ, കല്ലെടുത്തൂര് പൂരം. അപ്പൊ ഈ കൂത്ത് കൂത്തിന് കൂറിട്ട് കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഉത്സവം. വെള്ളിയാഴ്ച കൂത്ത് കൂറിട്ട് അടുത്ത വെള്ളി ആണ് ഉത്സവം നടക്കുക. അപ്പൊ അത്രയും ദിവസങ്ങൾ നമ്മൾ ഈ തട്ടകത്തെ വീടുകളിലൊക്കെ പോകാന്നൊരു ചടങ്ങുണ്ട്. ആ വീടുകളിലൊക്കെ പോയി ഉത്സവ ദിവസം കാവിൽ പോയിട്ട് വണങ്ങുന്നതോട് കൂടിയിട്ട് ആ ചടങ്ങ് അവിടെ അവസാനിക്കുക. പിന്നെ അടുത്ത വർഷമാണ് അത് ഉണ്ടാവുക. പക്ഷെ ഇപ്പോ നമ്മള് എല്ലാ ഈ നമ്മുടെ മറ്റു ജില്ലകൾക്കും ഉത്സവത്തിന് പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ പൂതനം തിറയും കെട്ടുന്നതിന് മുന്നേ ഉള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? തറ കിട്ടുമ്പോ ഇപ്പൊ കൂത്തുകൂറിടും പറഞ്ഞില്ലേ, കാവില് കൂറിട്ട് കഴിഞ്ഞാല് അടുത്ത ദിവസം മുതൽക്കാണ് പിന്നെ നമ്മളിത് കെട്ടി തുടങ്ങുക. അതിന് മുന്നേയുള്ള വ്രതമൊക്കെ ഉണ്ട്. എത്ര ദിവസത്തോളം? 7 ദിവസത്തോളം ഉണ്ട്. 7 ദിവസത്തോളം വ്രതമാണ്. ഇതൊക്കെയാണ് അതിന്റെ. പിന്നെ പ്രത്യേക പൂജകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? പൂജ ഇതിന് പൽപ്പട്ടിട്ട് പൂജ ചെയ്യാന്ന് പറയും. 16 കള്ളി പൽപ്പാട്ട് അത് അതിൽ പൂജ ചെയ്തിട്ടാണ് ഇത് ഇറങ്ങാറ്. അപ്പൊ നമുക്ക് കാണുന്ന ഭൂതത്തിന്റെ ഒരു രൂപസങ്കല്പം എങ്ങനെയാണ്? ഭൂതം നമ്മള് ഒരു ഭീകരതയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ആ എഴുത്തിൽ തന്നെ അത് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ കയ്യില് അതിന്റെ ഭൂതം ഒരു പിന്നെ യോദ്ധാവ് എന്നുള്ള കാണും. അപ്പൊ കയ്യിലൊരു പലിശ, കയ്യിൽ വാള്, പൊന്തിക്കോലും പലിശ എന്നാ പറയാ. പിന്നെ അതിന് പുറമെ ഉത്തരീയ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ പിടിക്കുന്നു. അപ്പൊ നമ്മള് ഭൂതത്തിന്റെ വേഷവിധാനങ്ങളും വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇനി നമുക്ക് തിറയെ പറ്റി അറിയാൻ പോയാലോ? ഇതാണ് തിറയുടെ മുടി. അതെ അതെ. ഇത് ഏത് മരം വെച്ചാണ്? ഇത് വരിക്കപ്ലാവിന്റെ കതലാണ് ചെയ്യുന്നത്. വരിക്കപ്ലാവിന്റെ വേരാണ് ഉപയോഗിക്കുക. വേര്. പിന്നെ ഇതിന്റെ ബാക്കി പിന്നെ അതെ, ഇത് പുലിത്തണ്ട് അല്ലെങ്കിൽ ചെങ്ങണപ്പുല്ലിലാണ് ഇതിന്റെ മുടയുന്നത്. പിന്നെ ചോപ്പ് കറുപ്പ് തുണിയുണ്ട് ഇത് തയ്ക്കും. ഒരുപാട് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ? ഇത് വേതാളപ്പുറമേറി ദാരിക നിഗ്രഹത്തിന് പുറപ്പെട്ടു ദേവി എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇത് വേതാളായിട്ടാണ് ദേവി. പിന്നെ ആന, കൊമ്പ്, കുഴല് അങ്ങനെയുള്ള അലങ്കാരങ്ങൾ വേറെ. മുഴുവൻ 16 മരങ്ങളുടെ പീസ് ജോയിന്റ് ചെയ്തിട്ടാണ് തിറയായി. ഈ ഒരു ഐതിഹ്യം മാത്രമാണ് എല്ലാ തിറയിലും? അതെ, എല്ലാ തിറയിലും. എത്ര വർഷമായി തിറ വേഷം കെട്ടാൻ? ഞാനൊരു 30 വർഷത്തിന്റെ മേലെ ആയിട്ട് ചെയ്യുന്നത്. തിറയും പൂതനും മാറി മാറി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഈ മുടിയുടെ ഈ മരം കൊണ്ടുണ്ടാക്കിയതിന് മേലെ തുണി വെച്ചിട്ടുണ്ടാക്കുന്നില്ല, അതിനെന്താ പറയാ? തഴ എന്ന് പറയാം. തഴ ഈ ചെങ്ങണപ്പുല്ലില് അല്ലെങ്കിൽ പീലിത്തണ്ടില് മുടയാ ചെയ്യും. മുടഞ്ഞിട്ട് അതിൽ ഈ തുണി തുന്നി ചേർക്കും. അത് ഈ കുതിരക്കണ്ണെന്നാണ് ഈ കണ്ണിന് പറയാട്ടാ. കുതിരക്കണ്ണ് ഇത് കൈക്ക് തുന്നി ചേർക്കണതാണ്.
സാധാരണ നമ്മള് തിറയില് ചുവപ്പ്, പച്ച, വെള്ള, കറുപ്പ് ഈ നിറങ്ങളൊക്കെയാണ് അതെ, അത്ര കാണുന്നത്. തന്നെയാണ്. ഇതല്ലാതെ മറ്റു നിറങ്ങൾ എന്തെങ്കിലും നമുക്ക് മറ്റു നിറങ്ങൾ ആദ്യകാലം ഉപയോഗിച്ചിരുന്നത് കറുപ്പ്, ചുവപ്പ് അല്ലെങ്കിൽ പച്ച, ചുവപ്പ് ഇങ്ങനെയുള്ള കളറാണ് ഉപയോഗിച്ചിരുന്നത് കൂടുതലായിട്ട്. അതിന് പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഈ കളറുകളാണ്. പിന്നെ നമ്മള് തിറ കാണുമ്പോൾ അതിൽ ഒരുപാട് മുഖത്തെഴുത്തൊക്കെ കാണാറുണ്ട്. അപ്പൊ ഏതൊക്കെ ആ നിറങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വെച്ചാണ് കളർ? ഇപ്പോ തിറക്കി മോത്തകത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടി, അരിപ്പൊടി, കൺമഷി, ചുണ്ണാമ്പ് ചേർക്കും. ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും കൂടി കലർത്തി കഴിഞ്ഞാൽ ചുവന്ന കളർ വരും. ഇതാണ് മോത്തകത്തിനായിട്ട് ഉപയോഗിക്കുക. പിന്നെ കുങ്കുമപ്പൂവ്, കുങ്കുമ അരളി എന്ന് ചില സ്ഥലത്ത് പറയും. കുങ്കുമപ്പൂവ് ചേർത്തിട്ട് അതിന്റെ മാലയാണ് അതിന് കഴുത്തിൽ കെട്ടാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നല്ലെണ്ണ ശരീരത്തിൽ തേക്കും. നല്ലെണ്ണ ഇതില് തറയിൽ തേക്കുന്നുണ്ട്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? നല്ലെണ്ണ പിന്നെ ഇത് തേച്ചിട്ട് നല്ല കറുപ്പ് കളർ വരും. നല്ലെണ്ണ തേച്ചിട്ട് ശരീരത്തിൽ ചേർക്കുന്നത് മെയ് വഴക്കത്തിന് വേണ്ടിയിട്ട് തണുപ്പ് കിട്ടാനായിട്ടാണ് തേക്കുന്നത്. തിറക്കി നമ്മൾ വേറെ മറ്റ് വേഷവിധാനങ്ങൾ എന്തൊക്കെയാണ്? തിറക്കി കാലില് കാൽച്ചിലമ്പ്, അതിന്റെ അടിയില് പിന്നെ പൊടിയാട എന്ന് പറയും, കാല് വേദനിക്കാതിരിക്കാൻ. പിന്നെ കാലിന്റെ ഇവിടെ കാലുകെട്ടി പറയും, കാലുകെട്ടി. പിന്നെ അരയില് ചിറ്റാട, ചുറ്റുമ്പുറം, താക്കം, ഇങ്ങനെ 3 പേര് ഉള്ളിലിട്ട്. പിന്നെ അരയില് അരമണി, പിന്നെ മൊത്തെഴുത്ത്. ഇപ്പൊ തിറ കിട്ടുന്നതിന് മുന്നേ ഉള്ള വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എങ്ങനെയാണ്? പറഞ്ഞില്ലേ, ഇപ്പൊ കൂത്ത് കൂറട്ട് കഴിഞ്ഞാൽ പിന്നെ 7 ദിവസമാണ് ഉത്സവത്തിന് വരിക. അത്രയും ദിവസം ഞങ്ങള് ഇത് വ്രതത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തിറയിലെ താളവും ചുവടുകളൊക്കെ ഭയങ്കര ആകർഷണീയമാണ്. അപ്പൊ അതിനൊക്കെ ഓരോ പേരുകളുണ്ടോ? പിന്നെ ചെലമ്പാട്ടം കോൽപ്പാടുണ്ട്. പിന്നെ കാവേറ്റം, കാവലിക്കത്താണ് കാവേറ്റം, ചെലമ്പാട്ടം. പിന്നെ 18 കോൽപ്പാടുകൾ വേറെയുണ്ട് തിറകളിക്ക്. പിന്നെ കുതിരച്ചാട്ടം അത് പറയും. അരമണിക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ഇതാണ്. ഒരു 3-4 കിലോ 4 കിലോക്ക് 5 കിലോന്റെ പുറത്ത് വരുന്നുണ്ട്. 5 കിലോളം വെയിറ്റ് ഉണ്ട്. പിന്നെ ചെലമ്പിനാണെങ്കിൽ ഒരു 2-300 ചെലമ്പിന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലെ അരമണിയും ചെലമ്പിനെയും പറ്റി പറഞ്ഞു, അതൊന്നും നമുക്ക് കാണിച്ചു തരാമോ? അപ്പൊ ഇതാണ് അരമണി. വെയിറ്റ് ഉണ്ട്, ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ. ഏകദേശം 5 കിലോളം ഉണ്ട്. 5 കിലോളം വെയിറ്റ് ഉണ്ട്. ഇതും ഈ മുടിയൊക്കെ വെച്ച് നമ്മൾ കണ്ണ് കൊണ്ട് കാശെടുക്കുന്നത് കണ്ടിട്ടുണ്ട് പൂരങ്ങളിലൊക്കെ. അപ്പൊ അതിന്റെ ബാലൻസിങ് ഒക്കെ എങ്ങനെയാ? ഇത് നല്ല പരിശീലനം തന്നെ വേണം അത് ചെയ്യാനായിട്ട്. ഇതിപ്പോ ഒരു 8 കിലോ ഇത് വരും എല്ലാം ചേർന്നിട്ട് വരുമ്പോ. 8 കിലോ. പിന്നെ അരമണി, ചെലമ്പ് മറ്റേതൊക്കെ വരുമ്പോ നല്ല വെയിറ്റ് വരും. നല്ല പരിശീലനം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. നമ്മള് മുടി ഒരു കയ്യിൽ പിടിച്ചിട്ട് ചൂട് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബാലൻസിങ് എങ്ങനെയാ? ഇത് 2 തോർത്തിലാണ് അതിന്റെ ബാലൻസ് വരുന്നത്. പിന്നെ തലയിൽ പിന്നിലേക്ക് ഒരു കെട്ട് വരും. പക്ഷെ കാര്യമായിട്ട് ഈ 2 തോർത്തിന്റെ മുകളിലാണ് അതിന്റെ ബാലൻസ്. തിറ എന്ന് ഓർമ്മ വരുമ്പോ തന്നെ അതിന്റെ താളം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്തൊക്കെയാണ്? അതിന് പറ എന്നാ പറയാ. പറ ഏകദേശം അത്യാവശ്യം കുറച്ച് വട്ടം ഉണ്ട്. അത് ആണല്ലേ? അതൊന്ന് കാണിച്ചു തരാം. പറ ഇത്ര വട്ടം ഉണ്ടായിരുന്നില്ല പണ്ട്. ഇതിന്റെ ഒരു കുറച്ച് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു ചെണ്ടേനെക്കാട്ടിലും കുറച്ച് ഉണ്ടാവും. പക്ഷെ ഇപ്പോ ശബ്ദം കൂടുതൽ കിട്ടാനായിട്ട് ഇതിന്റെ വട്ടം കുറച്ച് കൂട്ടി വന്നു. ഇതിനൊന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. കാണിച്ചു തരാം. പുതിയ തലമുറ എങ്ങനെയാണ് തിറയിലേക്ക് എത്തുന്നുണ്ടോ? പഠിക്കാനൊക്കെ വരുന്നുണ്ടോ? ഒരു കാലഘട്ടത്തിൽ എന്റെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരും ഇതിലേക്ക് വരാൻ കൂട്ടാക്കിയിരുന്നില്ല. കാരണം അന്ന് ഇതിന് വലിയ വരുമാനം ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ ഇപ്പോ അടുത്ത കാലത്തായിട്ട് കുട്ടികളും പഠിക്കാൻ താല്പര്യപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പൊ വേറെ ഇവിടെ തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പൊ പഠിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂര് തിറ മഹോത്സവം ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തിരുന്നു? പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു അന്നത്തെ അനുഭവങ്ങളൊക്കെ? അന്ന് ഈ വള്ളുവനാട്ടില് 2 ശൈലിയിൽ തറകളി ഉണ്ടായിരുന്നു. പടിഞ്ഞാറൻ ശൈലി, കിഴക്കൻ ശൈലി വേണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് യോജിച്ച് കളിക്കാൻ സാധിക്കായിരുന്നില്ല. അവിടുത്തെ ശൈലി വേറെ, ഇവിടുത്തെ ശൈലി. ഈ തർമ്മോത്സവത്തിനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടി കുറേ ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഞങ്ങൾ തൃശ്ശൂർ അത് അവതരിപ്പിക്കേണ്ടായത്. ആ അവതരിപ്പിച്ചതിന് ശേഷം ഈ തിരക്ക് കുറെ കൂടി പ്രചാരം കൂടി എന്നുള്ളതാണ്. കുറെ കുട്ടികൾ പഠിക്കാൻ താല്പര്യപ്പെട്ടു വന്നു തുടങ്ങി, ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പൊ നമുക്ക് തിറയും പൂതനും എന്താണെന്നൊക്കെ പറഞ്ഞു തന്നു. അതിന്റെ ഒരുപാട് വിശേഷങ്ങള്, വാദ്യോപകരണങ്ങള്, അതിന്റെ ഒരു ഐതിഹ്യം എല്ലാം പറഞ്ഞു തന്നു. ഇതുപോലെ ഇനിയും നമ്മുടെ നാടൻ കലകളെ ചേർത്ത് പിടിച്ച്
കൂടെ നിർത്തി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതെ, നന്ദി. നമസ്കാരം.